ജലം എവിടെയുണ്ടെന്ന് പറയുവാൻ ചിലർക്ക് സാധിക്കും. ഇത് നിർണയിക്കാൻ അവർ കവണയുള്ള ചുള്ളിക്കമ്പുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ചുള്ളിക്കമ്പുമേന്തി അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ പേശികൾ ജലമുള്ള ഭാഗത്തേക്ക് തിരിയാൻ ചുള്ളിക്കമ്പിനെ പ്രേരിപ്പിക്കുന്നു. ചുള്ളിക്കമ്പ് തിരിഞ്ഞ ദിക്കിൽ ജലസാന്നിധ്യമുണ്ടെന്ന് കണക്കാക്കാം. പിൽക്കാലത്ത് ഈ വിദ്യ ഭൂമിക്കടിയിൽ ധാതുലവണങ്ങൾ കണ്ടുപിടിക്കുവാനും ഉപയോഗിക്കപ്പെട്ടു. കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുഴലുകളോ കേബിളുകളോ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, കാണാതായ വ്യക്തികളെ കണ്ടെത്തുക, രോഗം നിർണയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ഈ വിദ്യയിൽ വിദഗ്ധരായ ലക്ഷണകാരന്മാരിൽ ചിലർ കവണയുള്ള ചുള്ളിക്കമ്പിന് പുറമെ തിമിംഗലത്തിന്റെ എല്ല്, നൂൽക്കുണ്ട്, സ്വർണമാല എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചിലർ സ്വന്തം പേശി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഉപകരണങ്ങൾ പേശിയുടെ ചലനങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള ഉപാധികൾ മാത്രമാണ്. എന്നാൽ പേശികൾ ചലിക്കുന്നതിനുള്ള കാരണം ഒരു നിഗൂഢ രഹസ്യമായി ഇന്നും വർത്തിക്കുന്നു. എല്ലാ വസ്തുക്കളും രശ്മി പ്രസരണം നടത്തുന്നുണ്ടെങ്കിലും മനുഷ്യ മനസ്സിനും ഈ കഴിവുണ്ടെന്ന് ലക്ഷണകാരന്മാർ പറയുന്നു. ഈ രശ്മി പ്രസരണമാണത്രേ ജലനിർണയത്തിന് ലക്ഷണകാരന്മാരെ സഹായിക്കുന്നത്. ലക്ഷണകാരന്മാർ ആറാം ഇന്ദ്രിയമോ സാധാരണ മനുഷ്യന്റെ പരിധിക്കപ്പുറമായ അന്തർബോധമോ ലക്ഷണം പറയുന്നതിൽ ഉപയോഗിക്കുന്നുണ്ടത്രേ. ഇതിനൊരു ദൃഷ്ടാന്തമാണ് എഡ്ഗർ കൈസെ. ഒരു രോഗിയുടെ പേരും മേൽവിലാസവും മാത്രം അറിഞ്ഞാൽ മതി അദ്ദേഹത്തിന് രോഗനിർണയം നടത്താൻ. ധ്യാനത്തിൽ നിമഗ്നനായിക്കൊണ്ടാണ് അദ്ദേഹം അത് സാധിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ശുദ്ധജലവും മലിനജലവും തമ്മിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്ന ലക്ഷണകാരന്മാർ ഉണ്ടായിരുന്നു. വെള്ളത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്കറിയാമായിരുന്നത്രേ. വസ്തുക്കളിലെ വ്യത്യസ്ത മാലിന്യങ്ങളെ തിരിച്ചറിയുവാൻ ഇതവർ ഉപയോഗപ്പെടുത്തി. ഈ രീതി വികസിച്ചാണ് ആന്തോളക വിദ്യ ഉണ്ടായത്. ശരീരത്തിലെ രോഗമുള്ള ഭാഗവും ആരോഗ്യമുള്ള ഭാഗവും തമ്മിൽ തിരിച്ചറിയാൻ ആന്തോളക വിദ്യ സഹായകമാണ്. രോഗമുള്ള ഭാഗത്ത് തൂക്കിയിട്ട ആന്തോളകത്തിന് ഒരു പ്രതികരണവും ആരോഗ്യമുള്ള ഭാഗത്ത് തൂക്കിയിട്ട ആന്തോളകത്തിന് മറ്റൊരു പ്രതികരണവുമാണ് ഉണ്ടാവുക. ഇത്തരത്തിൽ ശരീരത്തിലെ രോഗബാധിത ഭാഗങ്ങൾ എവിടെയെന്ന് നിർണയിക്കുവാൻ സാധിക്കും. ലക്ഷണകാരന്മാർ ഒരു പടി കൂടി കിടന്ന് രോഗങ്ങൾക്ക് മരുന്നുകൂടി കുറിച്ചു കൊടുക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രഞ്ചുകാരനായ ആബെ മെർമെറ്റ് ആന്തോളക വിദ്യയ്ക്ക് കൂടുതൽ മാന്യത നൽകാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ഫ്രാൻസിൽ മാത്രമല്ല ഇറ്റലി, ഇംഗ്ലണ്ട്, അമേരിക്ക എന്നിവിടങ്ങളിലും അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന് പ്രചാരം ലഭിച്ചു. കാണാതായവരെ കണ്ടെത്തുന്നതിൽ അദ്ദേഹം പോലീസുകാരെ സഹായിച്ചിരുന്നു. കാണാതായ വ്യക്തി ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും സാധനമാണ് അദ്ദേഹം ഇതിനായി ആവശ്യപ്പെട്ടത്. എന്നാൽ ആ സാധനം മറ്റുള്ളവർ അധികമായി ഉപയോഗിച്ചിരുന്നത് ആവരുതെന്നുമുണ്ട്. ഈ സാധനത്തിൽ കാണാതായ വ്യക്തിയുടെ തനതായ രശ്മി പ്രസരണം ഉണ്ടെന്നും ആന്തോളക വിദ്യ ഉപയോഗിച്ച് വ്യക്തിയുടെയോ സാധനത്തിന്റെയോ രശ്മി പ്രസരണം മനസ്സിലാക്കി വ്യക്തിയെ കണ്ടുപിടിക്കാമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഈ സമ്പ്രദായത്തിനെ അദ്ദേഹം റേഡിയസ്തേഷ്യ എന്ന് വിളിച്ചു. 1863 സാൻ ഫ്രാൻസിസ്കോയിൽ ജനിച്ച പ്രഗത്ഭ ന്യൂറോളജിസ്റ്റ് ആൽബർട്ട് എംബ്രാംസ് ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ റേഡിയസ്തേഷ്യയെ വിപുലപ്പെടുത്തി. അദ്ദേഹം ഇതിൽ ഭൗതിക ശാസ്ത്രവും ജീവശാസ്ത്രവും സമന്വയിപ്പിച്ചു. 1898 ശാസ്ത്രജ്ഞരായ പിയറി ക്യൂരിയും മേരി ക്യൂരിയും ചേർന്ന് റേഡിയം കണ്ടുപിടിച്ചതോടെ അംബ്രാംസിന്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. റേഡിയം രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഇതോടനുബന്ധിച്ചുള്ള ഗവേഷണങ്ങളിൽ മുഴുകി. ഇത് 1924 അദ്ദേഹത്തിന്റെ മരണം വരെ നീണ്ടുനിന്നു. അംബ്രാസിന്റെ ഗവേഷണം റേഡിയോണിക്സ് എന്ന കണ്ടുപിടുത്തത്തിന് അടിത്തറ പാകി. അംബ്രാസിനു ശേഷം പലരും രശ്മി പ്രസരണത്തെക്കുറിച്ചും ഇതുപയോഗിച്ചുള്ള രോഗനിർണയത്തെക്കുറിച്ചും ഗവേഷണം നടത്തുകയും വികസിപ്പിക്കുകയും ചെയ്തുവെങ്കിലും പാരമ്പര്യ വൈദ്യശാസ്ത്രം അതിനെ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചത്. രശ്മി പ്രസരണത്തിന്റെ നിഗൂഢ സത്യത്തെ ഉൾക്കൊള്ളുവാൻ ആധുനിക ശാസ്ത്രത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴും അത് വ്യക്തമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.